എല്ലാവർക്കും നല്ല ജീവിതം വേണം, നല്ല ജോലി വേണം, നല്ല സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം, സന്തോഷമുള്ള കുടുംബ ജീവിതം വേണം, മനസമാധാനം വേണം. പക്ഷെ എന്തുകൊണ്ട് എല്ലാവരുടെയും ജീവിതം ഒരേപോലെ അല്ലാത്തത്? കാരണം ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും, പക്ഷേ ചിന്തകൾ ഒരേപോലെയല്ല. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ചിന്തകളും ഒരേ ദിശയിലാണോ സഞ്ചരിക്കുന്നത്? എല്ലാവർക്കും വിജയിക്കണമെന്നാണ് ആഗ്രഹം, പക്ഷെ അവർ ദിവസവും ചിന്തിക്കുന്നത് എനിക്ക് കഴിയില്ല, എന്നെ കൊണ്ട് ഇതൊന്നും നടക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാറിൻ്റെ ആക്സിലേറ്ററും ബ്രേക്കും ഒരേ സമയം അമർത്തിപ്പിടിക്കുന്നത് പോലെയായിരിക്കും. പക്ഷേ അപ്പോൾ കാറ് മുന്നോട്ട് പോകുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. രണ്ട് സുഹൃത്തുക്കൾ, ഒരേ സ്കൂൾ, ഒരേ ക്ലാസ്, ഒരേ അധ്യാപകർ, രണ്ടുപേർക്കും ഒരേ സ്വപ്നം, ഞങ്ങൾക്ക് ഡോക്ടർ ആവണം. ആഗ്രഹം രണ്ടുപേർക്കും ഒരേപോലെ, പക്ഷെ ചിന്തകൾ വ്യത്യാസം. ഒരാൾ മനസ്സിൽ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്ക് കഴിയും, ഞാൻ ഉറപ്പായും ഡോക്ടറാകും, എനിക്കറിയാത്തത് ഞാൻ പഠിക്കും. മറ്റേയാൾ പറഞ്ഞു, അയ്യോ എനിക്ക് കഴിയുമോ, എൻ്റെ വീട്ടിൽ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയുണ്ടോ, ഞാൻ എങ്ങനെ ഇതൊക്കെ പഠിച്ചെടുക്കാൻ, ഞാൻ അത്ര ബുദ്ധിമാനല്ല. 5 വർഷങ്ങൾക്ക് ശേഷം ഒരാൾ ഡോക്ടറായി, മറ്റേയാൾ ഇപ്പോഴും തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുകയായിരുന്നു. സ്വപ്നം ഒരേപോലെ, പക്ഷേ വിധി വ്യത്യാസം. എന്തുകൊണ്ട്? ചിന്തകൾ വ്യത്യസ്തമായിരുന്നു. നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളല്ല, നിങ്ങൾ ദിവസവും വിശ്വസിക്കുന്ന ചിന്തകളാണ്. ആഗ്രഹം ഒരു വിത്തല്ല, ആഗ്രഹം ആ ഒരു വിത്ത് വാങ്ങുന്നത് പോലെയാണ്, പക്ഷെ ചിന്തകളാണ് ആ വിത്തിന് ദിവസവും വെള്ളം ഒഴിക്കുന്നത്. നിങ്ങൾ ഒരു ചെടി നട്ടു, എന്നിട്ട് എല്ലാ ദിവസവും അതിനോട് പറയുകയാണ്, നീ വളരില്ല, നീ ഉണങ്ങിപ്പോകും. ചെടി അത് കേൾക്കില്ല, പക്ഷെ നിങ്ങളുടെ മനസ്സത് കേൾക്കും. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളോട് പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിയും. ആഗ്രഹം എന്നത് നിങ്ങൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന സ്ഥലം, ചിന്ത എന്നത് ആ സ്ഥലത്തേക്ക് നിങ്ങളെ ഓരോ ദിവസവും നടത്തിക്കുന്ന വഴികാട്ടിയാണ്. വഴികാട്ടി തെറ്റിയാൽ, ലക്ഷ്യം ശരിയായാലും നിങ്ങൾ അവിടെ എത്തില്ല. നമ്മുടെ ബ്രെയിൻ പോലും നമ്മൾ പലപ്പോഴും ആവർത്തിക്കുന്ന ചിന്തകൾ അനുസരിച്ച് പുതിയ നാഡീപാതകൾ രൂപപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ആവർത്തിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ പതിയെ നമ്മുടെ സ്വഭാവമാകുന്നത്. അതിനാലാണ് ദിവസവും എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന ഒരാളുടെ മുന്നിൽ അവസരങ്ങൾ വന്നാലും അതിൽ നിന്നും ഓടിപ്പോകുന്നത്. ഞാൻ മടിയനാണ്, അവൻ്റെ ചിന്തകളാണ് അവനെ തടവറയിലാക്കുന്നത്. ദൈവം നിങ്ങൾക്ക് സ്വപ്നങ്ങൾ തന്നത് അവ സാധ്യമല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ ആ സ്വപ്നങ്ങളിലേക്ക് നടക്കാൻ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ സഹായിക്കണം. ചിന്തകൾ നിങ്ങൾക്ക് എതിരാകരുത്. സോ ഇന്നു മുതൽ എനിക്ക് കഴിയില്ല എന്നതിന് പകരം എനിക്ക് പറ്റും, ഞാൻ ദിനം പ്രതി മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഞാൻ പരാജയപ്പെട്ടു എന്നതിന് പകരം ഞാൻ പുതിയൊരു പാഠം പഠിച്ചു എന്ന് വേണം നിങ്ങൾ പറയാൻ. ചെറിയ ചിന്തകൾ വലിയ ജീവിതങ്ങൾ സൃഷ്ടിക്കുന്നു. നമുക്ക് തോമസ് ആൽവ എഡിസന്റെ കഥ നമുക്കറിയാം. ഒരു അധ്യാപകൻ ഒരിക്കൽ ആ കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ എഴുതി, ഈ കുട്ടിയെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റൂല, തൻ്റെ സ്കൂളിൽ കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് അമ്മക്ക് ഒരു ലെറ്റർ എഴുതി കൊടുത്തു. ആ കുട്ടിയുടെ അമ്മ ആ കത്ത് വായിച്ചു. മകൻ്റെ മുന്നിൽ വെച്ച് ആ അമ്മ ഇങ്ങനെയാണ് പറഞ്ഞത്, നീ വളരെ കഴിവുള്ള കുട്ടിയാണ്, നിന്നെ ആ സ്കൂളിൽ അവർക്ക് പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ല എന്നാണ് പറഞ്ഞത്. ആ ഒരു ചിന്ത, ആ ഒരു വിശ്വാസം ആ കുട്ടിയുടെ ജീവിതം മാറ്റിമറിച്ചു. ആ കുട്ടിയാണ് പിന്നീട് ലോകത്തെ പ്രകാശിപ്പിക്കുന്ന കണ്ടുപിടുത്തങ്ങളിലൂടെ പ്രശസ്തനായ തോമസ് ആൽവ എഡിസൺ. ഒരാൾ അവനിൽ വിശ്വസിച്ചു, അതിനേക്കാൾ പ്രധാനമായി അവൻ സ്വയം വിശ്വസിക്കാൻ പഠിച്ചു. ഇനി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ സ്വപ്നം. ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകൻ, ചെറിയ പട്ടണത്തിൽ ജനിച്ച ഒരു കുട്ടി. സാഹചര്യങ്ങൾ പറഞ്ഞത് ഇത് മതി, പക്ഷെ അദ്ദേഹത്തിന്റെ ചിന്തകൾ പറഞ്ഞത് എനിക്ക് ആകാശത്തിൽ തൊടണം. ആ ചിന്തകളാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ മിസൈൽ മാനും പിന്നീട് രാഷ്ട്രപതിയുമായി മാറ്റിയത്. സാഹചര്യങ്ങൾ അല്ല,
ചിന്തകളാണ് മനുഷ്യനെ ഉയർത്തുന്നത്. ഇന്ന് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്വപ്നങ്ങളെ കുറ്റപ്പെടുത്തരുത്, വിധിയെ കുറ്റപ്പെടുത്തരുത്, സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തരുത്. ഒറ്റ നിമിഷം നിങ്ങളുടെ ചിന്തകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കാരണം ആഗ്രഹങ്ങൾ നിങ്ങളെ പ്രചോദിപ്പിക്കും, പക്ഷെ ചിന്തകളാണ് നിങ്ങളെ ഓരോ ദിവസവും നയിക്കുന്നത്. ചിന്തകൾ വാക്കുകളാകുന്നു, വാക്കുകൾ പ്രവൃത്തികളാകുന്നു, പ്രവൃത്തികൾ ശീലങ്ങളാകുന്നു, ശീലങ്ങൾ സ്വഭാവമാകുന്നു, സ്വഭാവം നിങ്ങളുടെ വിധി എഴുതുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചിന്തകളെ കാത്തു സൂക്ഷിക്കൂ. കാരണം ഓരോ മഹത്തായ ജീവിതവും ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ് ആരംഭിച്ചത്. ഇന്നത്തെ ആ ഒരു നല്ല ചിന്ത നാളത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രമാകാം. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ ഒറ്റ ചോദ്യം: എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി എൻ്റെ ചിന്തകൾ പ്രവർത്തിക്കുകയാണോ, അതോ എൻ്റെ ചിന്തകൾ തന്നെയാണോ എൻ്റെ ആഗ്രഹങ്ങളെ തകർക്കുന്നത്? ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഭാവിയെ കാണിക്കുന്നു, പക്ഷെ ചിന്തകളാണ് നിങ്ങളെ ആ ഭാവിയിലേക്ക് നടത്തുന്നത്. ഓർക്കൂ, ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഭാവിയെ കാണിക്കുന്നു, പക്ഷെ ചിന്തകളാണ് നിങ്ങളെ ആ ഭാവിയിലേക്ക് നടത്തുന്നത്. അതിനാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ മാത്രം സംരക്ഷിക്കരുത്, നിങ്ങളുടെ ചിന്തകളെയും സംരക്ഷിക്കൂ.